ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടികൾ വൈകുന്നത് നീതി നിഷേധമെന്ന് നടി പാർവതി തിരുവോത്ത് റിപ്പോർട്ടറിനോട്. റിപ്പോർട്ടിൽ നടപടി വരും വരെ WCCയുടെ പോരാട്ടം തുടരും. അതിജീവിതയെ പിന്തുണയ്ക്കാത്ത ഒരു കോൺക്ലേവിലും വിശ്വാസമില്ല. സിനിമാ മേഖലയിലെ ഇരകൾക്ക് പിന്തുണ കിട്ടുന്നത് കുറവാണെന്നും തോൽവിയിലും അതിജീവനത്തിന് ശ്രമിക്കുകയാണ് അവരെന്നും റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാടുമായുള്ള അഭിമുഖത്തിൽ പാർവതി തിരുവോത്ത് പറഞ്ഞു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. സിനിമാ മേഖലയിൽ കാലങ്ങളായി നടക്കുന്ന പല ദുഷിപ്പുകളുടെയും നേർസാക്ഷ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് നടി പാർവതി സംസാരിച്ചു തുടങ്ങിയത്. ഹേമ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടി വൈകുന്നത് നീതി നിഷേധത്തിന് തുല്യമാണ്. ആ നീതി ലഭിക്കും വരെ WCCയുടെ പോരാട്ടം തുടരുമെന്നും പാർവതി. അപ്പം ഐ റിയലി ഹോപ്പ് ദാറ്റ് സർക്കാർ ജനങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. അവരുടെ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് റിക്വസ്റ്റ് ഫോർ മീ ഈസ് ദാറ്റ് മേ ബി ആൾക്കാർ കാണിച്ചിരിക്കുന്ന വിശ്വാസത്തിനെ കബളിപ്പിക്കാതിരിക്കുക. കവാടം തുറന്നു വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. പോരാട്ടം ഒരിക്കലും തീരില്ല. പ്രതീക്ഷ വിട്ടിട്ടുള്ളൊരു കളിയില്ല. WCC 7 വർഷം മുൻപ് പറഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. സിനിമാ മേഖലയിലെ ഇരകൾക്ക് ഒരിക്കലും വലിയ പിന്തുണ കിട്ടാറില്ല. കാര്യങ്ങൾ തുറന്നു പറഞ്ഞവരിൽ പലർക്കും ഇപ്പോൾ ജോലിയുമില്ല. പിന്നെ എന്തു വിശ്വാസത്തിൽ വേട്ടക്കാരുടെ പേര് പറയും? പാർവതി ചോദിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഏത് സമയത്താണ് നമ്മൾ നെയിമിങ് ആൻഡ് ഷെയിമിങ് നടത്തിയിട്ടുണ്ടോ അതിൽ നിന്ന് ഒരു രീതിയിലും ഒരു സർവൈവറിന് അതിൽ നിന്നൊരു ഗുണം വന്നിട്ടില്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ട് പേര് പറയുന്നില്ല. ശരി, പേര് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇൻ ദ പാസ്റ്റ് ഏത് സർവൈവറിനാണ് അതിനുശേഷം ഇവിടെ ജോലി കിട്ടിയിട്ടുള്ളത്? ഏത് സർവൈവറിനാണ് അതിനുശേഷം ലീഗലായിട്ടുള്ള ഹെൽപ്പ്, മാനസികമായിട്ടുള്ള അവരുടെ മെന്റൽ ഹെൽത്തിനെ പറ്റി ആരാ പിന്നെ ചോദ്യം ചെയ്ത് പോയിട്ടുള്ളത്? എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മളെല്ലാവരും പേരുകൾ പറയേണ്ടതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. ഇരകളെ വിശ്വാസത്തിലെടുക്കാതെ കോൺക്ലേവുകൾ നടത്തിയിട്ട് കാര്യമില്ലെന്നാണ് സർക്കാരിനോടുള്ള നിർദ്ദേശം. താരസംഘടന AMMA ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി എന്ത് പറയും എന്ന് കേൾക്കാൻ കൗതുകമുണ്ടെന്നും പാർവതി പറയുന്നു. റിപ്പോർട്ട് വന്നിപ്പോൾ 2 ദിവസം ആവുന്നേ ഉള്ളൂ. WCCയും ഇത് വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. AMMയുടെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്നു അവരുടെ റെസ്പോൺസ്. ഹേമ കമ്മിറ്റിയിലൂടെ സിനിമയിലെ സ്ത്രീകൾക്ക് ഒരു വാതിൽ മാത്രമാണ് ഇപ്പോൾ തുറക്കുന്നത്. ഇനിയും ഒരുപാട് മുന്നോട്ടു പോകാനുണ്ട്. അതിനുള്ള തുടക്കമാണ് ഇപ്പോഴത്തെ ചർച്ചകളെന്നും പാർവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.